കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. കേരള പോലീസ് ഇത്രയും ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം ഇതിനു മുൻപ് കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു പെൺകുട്ടികൾക്കും നീതി കിട്ടിയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി പോലീസ് മേധാവികളടക്കം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ, അതായത് ഉടുതുണിയില്ലാതെ എങ്കിലും പിടിച്ചുകൊണ്ട് വരണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ രാഹുൽ മുങ്ങി, പോലീസ് പ്ലിങ്ങായി എന്ന് തന്നെ പറയേണ്ടി വരും. അതിജീവിത രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. CM ഓഫീസിൽ ചെന്നപ്പോൾ വേദനകൾ കൊണ്ട് പുളഞ്ഞ് അതിജീവിത തലകറങ്ങി വീണു എന്ന് ചില ആളുകൾ പറയുന്നതല്ല. സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും അതിജീവിതയ്ക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ്, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നമ്മൾ എങ്കിലും ചോദിക്കുകയാണ്. ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഈ കേസിൽ നടക്കുന്നുണ്ട്. എന്താണ് സാർ ആക്ച്വലി ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ കേസിൻ്റെ അകത്തുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തിനു പറയാം? എനിക്കിത് ആരാണെന്നൊന്നും അറിയത്തില്ല, ഈ അതിജീവിത ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. അവർക്ക് തമ്മിൽ അറിയാവുന്ന കാര്യം മാത്രം. പിന്നെ ദൈവത്തിനും ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിനും അറിയാം. അപ്പോൾ ഈ കാര്യം നമ്മളെന്താ പറയുക, അതീവ രസകരമായിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട കേസുകൾ വളരെ അധികം അപഹാസ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷമം. എൻ്റെ തലമുറയ്ക്കൊന്നും പരിചയമില്ലാത്ത തരത്തിലേക്ക്, അങ്ങനെയുള്ള അഗാധ അധോതലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടിട്ട് കുറച്ച് സംഭ്രമവും വിഭ്രവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ചിരി കൊണ്ട് മറക്കുകയാണെന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിജീവിതകൾക്ക് മാത്രം മതിയോ നീതി? ജീവിതകൾക്ക് വേണ്ടേ? അതായത് നടൻ മുകേഷിൻ്റെ അതിജീവിതകൾക്ക് പ്രശ്നമൊന്നുമില്ലേ? സിദ്ദിഖിൻ്റെ അതിജീവിതയ്ക്കും പ്രശ്നമൊന്നുമില്ലേ? ഇതൊക്കെ അതിജീവിതകളാണോ? അല്ലെങ്കിൽ ആരും അതിജീവിതകളല്ലേ? ഉത്തരങ്ങൾ കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്ക് നീതി വേണ്ടേ? അതെ, കഴിഞ്ഞ ദിവസമാണ് മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് ബെഞ്ച് മാറി വന്ന ഒരു കേസ് സുപ്രീം കോടതി തീർപ്പാക്കിയത്. അതായത് ഭർത്താവുമായിട്ട് 3 വർഷക്കാലം ഒരുമിച്ച് താമസിച്ച സ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്തു ഭർത്താവ് എന്നുള്ള കേസുമായിട്ട് വന്നിരിക്കുന്നു. കോടതി ഇതുപോലൊരു ചിരിയിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ 3 വർഷക്കാലം നിങ്ങൾക്ക് യാതൊരുവിധ പരാതിയില്ലായിരുന്നു, ഒരു ബലാത്സംഗവും ഇല്ലായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പരാതിയുമായിട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ നിഗൂഢതകളിലേക്ക് കോടതി പോയി കഴിഞ്ഞപ്പോൾ നമുക്കതിനുള്ള അധികാരമില്ലല്ലോ. പോയപ്പോൾ മനസ്സിലായത്, ഈ വിവാഹ ജീവിതം നടന്നുകൊണ്ടിരുന്ന കാലത്ത് ഈ സ്ത്രീ ഒരു 30 ലക്ഷം രൂപ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. ഭർത്താവ് അത് കൊടുത്തില്ല. ഉടനെ പിണങ്ങി പോയിട്ട് വേറെ പൊറുതിയായി. കോടതി വിരൽ ചൂണ്ടി ആ സ്ത്രീക്ക് നേരെ, നിങ്ങൾ ചെയ്യുന്നത് വളരെ ഗുരുതരമായൊരു കുറ്റമാണ്. നമ്മൾ ഈ രാജ്യത്തെ അതിജീവിതകളെ നമുക്കെല്ലാം സ്പഷ്ടമായിട്ട് അറിയാവുന്ന പോലെ ഡൽഹി ബസ്സിനകത്തിട്ട് കണ്ടക്ടറും ഡ്രൈവറും കൂടി ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗുഹ്യപ്രദേശങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് നടത്തിയ അതിക്രൂരമായ മനുഷ്യവംശത്തിന് തന്നെ നാണം തോന്നിക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുമ്പോൾ അതുകൊണ്ട് നെഞ്ച് ഉരുകിയ കോടതിയല്ല, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വർമ്മ കൊണ്ടുവന്ന നിയമം, ആ നിയമത്തിൻ്റെ ഗുണങ്ങൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീജനങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമെന്ന് തന്നെയാണ് ആ സ്ത്രീക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് കോടതി പറഞ്ഞത്. ഇത് ഒരുപാട് ദുരുപയോഗിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ കുഴപ്പമില്ല, നിയമങ്ങളെ ദുരുപയോഗം നടത്തുന്നു. ഒരാളിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു നിയമം നടത്തുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുക. ഇതേ അതിജീവിത ദുരുപയോഗം ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ വാദം. പക്ഷെ പല അതിജീവിതകളും കൊണ്ടുവന്ന പരാതികൾ, ഉദാഹരണത്തിന് അമ്മയിൽ കൊണ്ടുവന്ന അമ്മ എന്ന് പറയുന്ന മഹത്തായ പേരുള്ള സ്ഥാപനത്തിൽ വന്ന നിരവധി പീഡനങ്ങളുടെ കഥ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അവർക്കൊക്കെ എവിടെയാണ് നീതി കിട്ടിയത്? അവരവർ നീതിയിൽ നിന്ന് പോയി ഒളിക്കുകയായിരുന്നോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അവരെ ആരെങ്കിലും സമ്മർദ്ദത്തിലാക്കുകയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഇവിടെ മാത്രം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ വെളിപാടുകൾ നിരന്തരമായിട്ടുണ്ടാവുന്നു, പരാതികൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഈ കാലവിളമ്പ് എന്നുകൊണ്ടുണ്ടായി ഒരു ശബ്ദം ഞാൻ കേട്ടത്. അതാണ് എനിക്ക് ഏറ്റവും അധികം ചിരിക്കാൻ തോന്നിയത്. ഞാൻ ഈ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അല്ല എനിക്ക് എന്തെങ്കിലും വേണ്ടിയിട്ടല്ല. ശുദ്ധ കാപട്യം, ഹിപ്പോക്രസി, ഇതിൽ പരം ഒരു ഹിപ്പോക്രസി ഞാൻ കേട്ടിട്ടില്ല.
മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ മഹാന്മാരായ മറ്റനേകം രാഷ്ട്ര വിശാരദന്മാരും വിചാരിച്ചിട്ടും ശുദ്ധമാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ഈ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതാണ്. അല്ലാതെ അവരുടെ പീഡനം, അവരുടെ അതിൻ്റെ ഇരയായതിൻ്റെ വേദന കൊണ്ട് കൊടുത്ത പരാതിയല്ലേ ഇത്. നിങ്ങളിറങ്ങി രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ നിങ്ങൾ വരണം. ഇപ്പം നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. 50% സംവരണ സ്ത്രീകൾ കൊണ്ട് നിൽക്കണം, സ്ഥാനാർത്ഥിയാകണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വരാൻ തയ്യാറാവണം, പരസ്യമായിട്ട് തന്നെ. അത് വലിയൊരു അജണ്ടയായിട്ട് മാറുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സ്ത്രീ സാന്നിധ്യം. അതുകൊണ്ട് ശുദ്ധീകരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ശുദ്ധീകരിക്കപ്പെടുമെന്നൊരു വിശ്വാസം എനിക്കില്ല. ഏറെ നാളത്തെ രാഷ്ട്രീയ ചരിത്രം കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയും കാപട്യവും ഇതുപോലുള്ള സ്ത്രീകളെ വഞ്ചിക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അതിജീവിതകളുണ്ട്. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുറ്റും മാത്രം തങ്ങളുടെ കണ്ണിലെ കമ്പെടുക്കാതെ രാഹുലിൻ്റെ കരട് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ ദേശാഭിമാനിയുടെ തലക്കെട്ടെന്താണെന്നറിയോ? രാഹുൽ ഒളിവിൽ. ഞാൻ വിചാരിച്ച ആദ്യം നമ്മുടെ രാഹുൽ ഗാന്ധി ഒളിവിലാണ്. ശരിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നാട് വിട്ടുപോയി. നോക്കിയപ്പോൾ നമ്മുടെ കൊച്ചു രാഹുൽ ഒളിവിൽ. മറ്റേ രാഹുലിന്റെ അടുത്താണോ ഒളിവിലിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്ന കാലത്ത്. അല്ല സാർ, രാഹുൽ ഗാന്ധിക്കും ഈ അതിജീവിത മെയിലയച്ചു എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അത് മേടിച്ച് രാഹുൽ അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാം പൂട്ടി അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരെ ഞാൻ കേട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സമീപത്തേക്ക് പോയി. ഏറ്റവും സുരക്ഷ കിട്ടുന്ന അവിടെയാണ്, Z കാറ്റഗറിയ. അത് കടന്ന് കേരള പോലീസിന് കടക്കാൻ പറ്റില്ല, മനസ്സിലായോ? അവിടെ പോയിരുന്ന സുരക്ഷിതം. അങ്ങനെയായിരുന്നു പലരും. ഈ EMS നമ്പൂതിരിപ്പാട്, എമ്മൻ ഗോവിന്ദൻ നായരും ഒക്കെ പാവപ്പെട്ട അന്നത്തെ ദളിതരുടെ കർഷക തൊഴിലാളികളുടെ വീടിന്റെ തട്ടുംപുറമില്ല അവർക്ക്. കുടിലുകൾക്കുള്ളിലാണ് വിളിച്ചിരുന്നത്. പോലീസ് അങ്ങോട്ട് വരത്തില്ല, കാരണം അവർക്ക് അയിത്തമാണല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് രസകരമായിട്ട് തോപ്പിൽ ഭാസി ഒളിവിലെ ഓർമ്മകളിൽ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ രാഹുലിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സേഫാ. കാരണം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരേ ആളെന്ന് പറഞ്ഞാൽ രാഹുലാണ്, മനസ്സിലായില്ലേ? കാരണം എന്താ കാര്യം? പുള്ളിക്ക് ഇതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങളുണ്ട്. ആരും ഒരു അതിജീവിതം ഇതുവരെ പരാതി കൊടുത്തില്ല. കാരണം അത് മറ്റേ രാജ്യം, വേറെ രാജ്യമാണ്. ഈ രാജ്യത്തെ നിയമങ്ങളല്ല അവർക്ക് ബാധകം. അവിടെ അമേരിക്കൻ സംസ്കാരങ്ങളായിരുന്നു, മറ്റൊരു കൾച്ചറാ. അതൊക്കെ അനുവദനീയമാണ് അവിടെ. E.K. നയനാർ പറഞ്ഞ ചായ കുടിക്കുന്ന പോലെയുള്ളൂ ഇതൊക്കെ അവർക്ക്. E.K. നയനാർ. അപ്പൊ എന്താണെന്ന് അറിയില്ല. ഇതിനിപ്പോ പുറകെ എന്താ പറഞ്ഞ വി ശിവൻകുട്ടി പറയുന്നു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. എന്റെ ദൈവമേ, നവീൻ ബാബുവിന്റെ കൂടെ ദൈവമേ നിങ്ങളൊന്നും കൂടെ നിൽക്കാതിരിക്കാമോ? ഇങ്ങനെ വീണ ജോർജ് ഒന്ന് കൂടെ നിൽക്കാതിരിക്കും, ഒന്ന് മാറി നിൽക്കൂ. പാവമ്മ പെൺകുട്ടി രക്ഷപ്പെട്ടുകൂടെ? പെൺകുട്ടി എൻ്റെ മകളാണെങ്കിലും ശരി, എൻ്റെ സഹോദരിയാണെങ്കിലും ശരി, നീതി കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു കാപട്യമായിട്ട് ഹിപ്പോക്രസിയായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ബലം, അതിൻ്റെ പല്ലുകളുടെ മൂർച്ച കുറയ്ക്കുന്നത് തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്ത് പറയുന്നത്? ഒരു സ്ത്രീയാണല്ലോ, ഞാനൊരു പുരുഷനുമാണല്ലോ. പറയൂ ധന്യയുടെ അഭിപ്രായത്തെ. സാറിന്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. കാരണം അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയാണ് നമ്മളും. അതിൽ മാറ്റമൊന്നുമില്ല. ആ സ്ത്രീ അനുഭവിച്ച വേദന എത്രയാണ് എന്ന് അവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ, നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ അവരുടെ അനുവാദമില്ലാതെ അവരുടെ വോയിസ് അല്ലെങ്കിൽ അവരുടെ ശബ്ദം പുറത്തു വിട്ടുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക രംഗത്തെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പരാതിയൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. CM-ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിജീവിതയെ കണ്ടു, അതിജീവിതയുടെ ഡ്രോമ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചാനലിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടന്ന ഒരു മാധ്യമ പ്രവർത്തകയെ തുറന്നു കാട്ടി കൂടെ ചെയ്യുന്നുണ്ട് അവര്. ഒപ്പം രാഹുൽ മാങ്കൂട്ടം ഒരുപാട് പേരെ ഇത്തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. പക്ഷെ ഇതിന് ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. കാരണം ഈ ചാനലുകളിലൊക്കെ പോയി അല്ലെങ്കിൽ ഈ ചാനലുകൾക്കൊക്കെ റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇതിനെ കൊടുത്തുകൊണ്ട് ഇതിനെ ഇത്തരത്തിൽ അതിജീവിത ഇരയായി പോയത്. അതെ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിയമം നോക്കൂ, ഒരാളിന്റെ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്. ആ വോയിസ് അവരുടെ അനുവാദമില്ലാതെ അത് പ്രക്ഷേപണം ചെയ്യുക, സംപ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും കുറ്റകരമാണ്. അതാണ് മലയാളത്തിലെ പല ചാനലുകളും ഈ അതിജീവിതയോട് കാട്ടിയത്. ആ ചാനലുകളുടെ ഇരയായി തീരുകയായിരുന്നു ഈ സ്ത്രീ. അതെ, അവരെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല, ഇവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി. കഴുത്തറപ്പം മത്സരത്തിൽ 100 കോടി കൊടുത്ത് റേറ്റിംഗ് കൂട്ടാൻ, അതുപോലെ ഒരു അഴിമതിയാണ് അവർ നടത്തിയതെന്ന് ഞാൻ പറയും. അല്ല, അതിജീവിതകളെ രക്ഷിക്കാൻ ചാനലുകളല്ല ഈ രാജ്യത്തുള്ളത്. അല്ല, ഇത് പറയട്ടെ, അതിജീവിതകളെ രക്ഷിക്കാൻ ചാനലുകളല്ല ഈ രാജ്യത്തുള്ളത്, കോടതികളാണ്.
ഇന്നലെ ഒരു ചാനൽ മുതലാളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചാനലിൽ വന്നിരുന്ന് പറയുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യമാണ് ആദ്യങ്ങൾ, ഒളിച്ചു നടക്കാനല്ല. എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, ആ സ്ത്രീയെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ പൊതുമധ്യത്തിൽ വന്നു നിന്ന് തെറ്റിന് ഒളിച്ചോടുകയല്ല വേണ്ടത്, ഇതിനെ നേരിടുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മുതലാളി വന്നിരുന്ന് ചോദിക്കുന്നു, ആരുടെയെങ്കിലും കൈ ശുദ്ധമാണോ സാർ? ഈ പറയുന്ന ആരുടെയെങ്കിലും കൈ, ഇപ്പൊ ഞാനും സാറും ഒക്കെ ഇരിക്കുന്ന ലോകത്ത് 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യരും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പറയുന്നവരുടെ കൈകൾ ശുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. ശുദ്ധമല്ലാത്ത കൈകളുള്ളവരായി ഇങ്ങനെ സ്വന്തം സ്ഥാപനത്തിൽ സ്ത്രീകൾ, മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവർ ഫേസ്ബുക്ക് പോസ്റ്റായി ഇട്ടിട്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്തവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നെഞ്ചത്ത് കയറാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്ക് വല്ലാത്ത, നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഒരുക്കുന്നത്? നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾ നൽകുന്നത്? എല്ലാ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കെല്ലാം ഞാൻ സാറിനോട് എൻ്റെ പേഴ്സണലായിട്ടൊരു അനുഭവം പറയാം. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം, നമ്മൾ പഠിക്കുമ്പോഴും നമ്മളോട് എല്ലാവരും പറയുന്നത്, എനിക്ക് തോന്നുന്നു എം പി സന്തോഷ് സാറാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ലേ സാറിന്? എം പി സന്തോഷ് സാറാണ് എൻ്റെ ഗുരു. സാർ എന്നോട് പറഞ്ഞത്, സാർ എന്നോട് പറഞ്ഞത്, പിന്നെ വാർത്തയിൽ നല്ലതും ചീത്തയൊന്നും ഇല്ല തന്നെ, വാർത്തകളെ വാർത്തയായി കാണുമ്പോഴാണ് അത് പിന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. നല്ലതെന്നോ ചീത്തയെന്നോ വാർത്തകളിലില്ല. ഇപ്പൊ ഒരു സ്ത്രീയെ ഒരുപാട് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്താൽ അത് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നമ്മൾ വിവരിക്കേണ്ടി വരും. അതിലവിടെ മോശമാണ് എന്നുള്ളൊരു ഇത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കേട്ട ഒരാളാണ് ഞാൻ. ഈ അടുത്ത സമയത്ത് ഒരു മാധ്യമപ്രവർത്തനല്ല, ഒരാൾ എന്നോട് പറയുകയാണ്, എനിക്ക് ലൈസൻസ് ഇല്ല, എന്തും പറയാം എനിക്ക്, അവക്ക് ധന്യല്ലേ, ധന്യക്ക് എന്തും പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുമാതിരി ഒരു കളിയാക്കുന്ന എനിക്കതൊരു ഫീൽ ചെയ്തു. പക്ഷെ പിന്നെയും ഞാൻ കരുതി, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം. അപ്പോൾ സ്ത്രീയെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഇടിച്ചു താഴ്ത്തുക, നാണം കെടുത്തുക, മോശപ്പെടുത്തുക, ഇത്തരം ചില പ്രവണതകൾ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ചെന്ന് പ്രസംഗിക്കുന്ന എന്താ? സ്ത്രീക്ക് സുരക്ഷിതത്വം വേണം, സ്ത്രീ അടിമയല്ല, സ്ത്രീ എല്ലായിടത്തും മുന്നിൽ നിൽക്കേണ്ടവളാണ്, സ്ത്രീ ആനയാണ്, ചേനയാണ്, മാങ്ങാ തൊലിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തിരിച്ച് ഇവർ വന്നിട്ട് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ടാലന്റ് ഇല്ല, അതിനേക്കാളും ടാലന്റ് മറ്റുള്ളവർക്കുണ്ട്, ആനയാണ്, ചേനയാണ്, ആരുടെയും ടാലന്റ് അളക്കാൻ ശ്രീമതി ടീച്ചറിന്റെ പീഡനം അളക്കാനുള്ള മിഷൻ ഉള്ളതുപോലെ ഈ ടാലന്റ് ഒക്കെ അളക്കാൻ മിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അതൊരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ കാണുന്ന ജെൻസിയാണ്. ജെൻസിയുടെ ടേസ്റ്റ് എന്തെന്ന് നമുക്കറിയില്ല, എന്നെ പോലുള്ള വൃദ്ധന്മാർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജേർണലിസമോ പാണ്ഡിത്യമോ ഒന്നും ജെൻസിയെ അറിയുന്നതിൽ നമുക്കൊരു ആയുധമാവുന്നില്ല. മറിച്ച് ആ തിരിച്ചറിവെന്ന് പറയുന്നത് നമ്മളെ ഒരുപക്ഷെ ഈ ഫ്യൂച്ചർ ഷോക്കിലേക്ക് വരെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള വലിയൊരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ കാലത്തിൻ്റെ റിപ്പുവാൻ വീങ്കിളുകളായിട്ട് മാറുക എന്നുള്ളതാണ് സംഭവിക്കുക. നമ്മളതിനെ ഉൾക്കൊണ്ടേ പറ്റൂ. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇതും നമ്മളുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. മാറ്റങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ നെക്സ്റ്റ് ജെൻസി എന്ന് പറയുന്നത് ഇനി വീണ്ടും അടുത്ത ജെൻസി വരുമ്പോൾ ഇതുപോലെ തന്നെ ഞെട്ടാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അതിൻ്റെ ഒരു സമഗ്രത തന്നെയല്ലേ ജീവിതം. എന്തായാലും അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ സാർ. തെറ്റ് ചെയ്തിട്ടുള്ളവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. മാത്രമല്ല എല്ലാ അതിജീവിതകൾക്കും മാത്രമല്ല പിണറായി വിജയൻ അധികാരത്തിൽ ധന്യ ഉൾപ്പെടെയുള്ള എല്ലാ അതിജീവിതകൾക്കും നീതി കിട്ടട്ടെ. തീർച്ചയായും.